എത്തിയപ്പോ എന്റെ മോളെപ്പോലും മറന്ന് ഞാൻ ജാസ്മിനോട് ക്ഷമിച്ചാലാ. അതും ജാസ്മിനും എന്റെ മോളെപ്പോലെ തോന്നിയിട്ടാ. അവൻ ആസിഡ് ഒഴിക്കുന്ന മുഖത്ത് സെയിം അതാന്ന് എനിക്ക് തോന്നുന്നു ഈ അഫ്സലിന്റെ ഒരു ടൈപ്പ് രീതി കണ്ടിട്ട്. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് അൻസിബയും പുറത്തായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അൻസിബയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ പുറത്തായെന്ന് ആലോചിക്കുക. അതായത് ഇനി ആരുണ്ട് അതിനകത്ത്? ഇനി എനിക്ക് തോന്നുന്നു ശ്രീതു ഉണ്ട്, നോറയുണ്ട്, നന്ദനയുണ്ട്, പിന്നെ ഇപ്പൊ ജാസ്മിനും ഉണ്ട്. ഒരു കാര്യം ചെയ്തതിനും പേരും ജാസ്മിൻ അങ്ങ് കപ്പ് കൊടുക്കുക, പ്രശ്നം അങ്ങ് തീരുമല്ലേ. കാര്യം ഋഷിയെ കാട്ടിയും മുകളിലായിരുന്നു അൻസിബയുടെ വോട്ട്. കാര്യം യൂട്യൂബ് പോളുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അൻസിബയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന്. കാര്യം ആ ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ അൻസിബയ്ക്ക് നല്ല സപ്പോർട്ട് കയറിയതാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് അൻസിബയുടെ ഉമ്മയൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഈ ജാസ്മിൻ്റെ ഈ വൃത്തികെട്ട ഈ ആർമി ഉണ്ടല്ലോ, ജാസ്മിൻ്റെയും ഗബ്രിയും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള ആർമിയൊക്കെ ഉണ്ട്, ജബ്രി ആർമി എന്നൊക്കെ പറഞ്ഞ് കുറെ വിവരം കെട്ട നാറികൾ. ഞാൻ ഇത് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാര്യം അഫ്സലിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. കാര്യം അഫ്സൽ ഉയരെ പടത്തിലെ ആസിഫ് അലിയാണ്, ജാസ്മിനെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര വിവരം ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കുറേ കാര്യങ്ങൾ നമുക്കിനി വന്ന് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അൻസിബയുടെ ഉമ്മ പറഞ്ഞ എന്താണെന്ന് ഒന്ന് കണ്ടുനോക്കാം. കളികൾ നമുക്കറിയില്ലല്ലോ. അപ്പം ഇനിയും നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് ചിലപ്പം അൻസിബക്ക് മോക്ക് കിട്ടേണ്ടി വരുമോ, അങ്ങനെയാണോന്നുള്ളത് അറിയില്ല, കൊടുക്കേണ്ടി വരുവേ. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണോന്നും അറിയില്ല. എന്തായാലും ഇത്രയും നിന്നതിന് ഇതും ഒരു ഭാഗ്യമായിട്ടാണ്. പിന്നെ നിങ്ങളെപ്പോലത്തെ മക്കളെ പരിചയപ്പെടാനും അൻസിബക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്ന് കരയൊന്നും ചെയ്തിട്ട് എനിക്ക് എന്നെ ശരിക്കും വാക്ക് കിട്ടണില്ല. നിങ്ങളെ കരച്ചിട്ട് സങ്കടങ്ങൾ കാണുമ്പോൾ ഞാനും കരഞ്ഞു പോകും. അപ്പം ഇത്രയും നിൽക്കുന്നത് തന്നെ ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. അപ്പൊ പ്രേക്ഷകരായ എല്ലാവരും 100 ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് വോട്ട് ചെയ്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് ശരിക്കും അൺഫെയർ ആണ് അൻസിബ പോയത് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം വോട്ട് കുറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ തീരുമാനങ്ങൾ ഓരോ. ഞാൻ ജാസ്മിനോട് പറഞ്ഞ പോലെ എന്റെ മക്കൾ തന്നെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൂ, നമുക്ക് കാണാം. അപ്പം മക്കൾ വിഷമിക്കരുത്. നിങ്ങൾ കരയുമ്പോൾ ഞാൻ കരയും, നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ ജാസ്മിൻ എന്തൊക്കെയോ എന്റെ മോളെ പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ എത്തിയപ്പോ എന്റെ മോളെപ്പോലും മറന്ന് ഞാൻ ജാസ്മിനോട് ക്ഷമിച്ചാലാ. അതും ജാസ്മിനും എന്റെ മോളെപ്പോലെ തോന്നിയിട്ടാ. അപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇതാ. അപ്പൊ ഒരിക്കലും മറക്കൂല, ഒരു കാലത്തും മറക്കൂല, ഞാനും മറക്കൂല, എന്റെ മോളും മറക്കൂല. അപ്പൊ ഇതിനകത്ത് ആ ഉമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ട് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണെന്നും വോട്ട് കുറഞ്ഞ് പുറത്താവാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ജാസ്മിൻ എത്ര തെറ്റ് ചെയ്തിട്ട് ഞാൻ ക്ഷമിച്ചു, ജാസ്മിന്റെ പേര് 1-2 വട്ടം പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മയുടെ മനസ്സുകൊണ്ട് എന്താ പറയണ്ടേ, അത്രയ്ക്ക് സ്നേഹത്തോടെയാണോ പോയി ജാസ്മിനെ പോയി കെട്ടിപ്പിടിച്ചത്? അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? ഇനിയിപ്പം വ്യക്തമായിട്ട് ഇനി ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വല്ല ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നോ? നിങ്ങൾ കയറിയിട്ട് ജാസ്മിനെ നിങ്ങൾ കെട്ടിപ്പിടിക്കണം, ജാസ്മിനെ ഇതാക്കണം, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പം അങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിന് മാത്രം ഭയങ്കര പ്രിവിലേജ് കൊടുത്തു രീതി മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവർക്കും സംശയങ്ങൾ തീർച്ചയായിട്ടും വരും. ഓക്കെ, പിന്നെയും കുറേ കാര്യങ്ങൾ ഉമ്മ പറയുന്നുണ്ട്, ഭയങ്കര കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്, ഇമോഷണലായിട്ട് ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അൻസിബ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 5 ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുറത്തായി പോയി. നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ പിടിച്ച് വെളിയിലാക്കുക, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ അതേപോലെ ഇപ്പം ജിൻഡോയുടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഒക്കെ ഭയങ്കര കുറഞ്ഞ്, ജിൻഡോയുടെ ഒന്നും ഒരു കണ്ടന്റ് പോലും വരാനില്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇനി കണ്ടറിയാം. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് ഈ പറയുന്ന വിവരം കെട്ട കുറേ എണ്ണത്തിൻ്റെ ഗ്രൂപ്പിൽ നടന്ന കുറച്ച് വോയിസ് ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ജാസ്മിന്റെ അച്ഛനും അമ്മയ്ക്കും സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു നോളേജും ഇല്ലാത്തവരാണ്. അവർക്ക് അറിയത്തില്ല ഇത് എന്തൊക്കെയാ കളിക്കുന്നതെന്ന്, ഈ പിള്ളേരുടെ തലയിൽ കൂടെ എന്തൊക്കെയാ ഓടുന്നതെന്ന് മനസ്സിലാകത്തില്ല. നമ്മളൊക്കെ ഈ ഏത് സമയം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാകാം നമുക്കേ തോന്നുന്നത്. ഓരോന്ന് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ഇവിടുന്ന് വന്നായിരിക്കും, ഇവിടുന്ന് കണക്ട് ആകുന്നത് നമുക്ക് പെട്ടെന്ന്. ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിബിൻ പെട്ടെന്ന് വരുന്നു, അഫ്സൽ കൊണ്ടാക്കുന്നു. ഇത് ശരിക്കും ഇതെന്താ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതെന്താ സിനിമയൊന്നും അല്ലല്ലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് എല്ലാരും കൂടെ കൊച്ചിപ്പം ടോപ്പ് പൊസിഷനിൽ വന്നു. സിബിൻ, നമുക്കറിയാം സിബിന് ജാസ്മിനോട് എന്തോരം വൈരാഗ്യം ഉണ്ടെന്ന്. അതിന്റെ ഇരട്ടിയുണ്ട് അഫ്സലിന് ജാസ്മിനോടുള്ള വൈരാഗ്യം. ശത്രുവിന്റെ ശത്രു മിത്രം. അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ ആരുമില്ല, അത് കാരണം താങ്ങായിട്ട് അഫ്സൽ നിൽക്കുന്നു. അത് തന്നെ ഈ ഉയരയിലത്തെ ആസിഫ് അലി ഇല്ലേ, അതേപോലത്തെ ക്യാരക്ടർ. അവൻ നേരിട്ട് കണ്ട ആസിഡ് ഒഴിക്കും, ആ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആസിഡ് ഒഴിക്കും, കേട്ടല്ലേ പറയുന്നതാണ്. അതായത് 23 വയസ്സുള്ള
സർവൈവർ ആയിട്ടുള്ള പെൺകുട്ടിയുടെ വളരെ എന്താ പറയണ്ട ഒട്ടും ടോക്സിക് അല്ലാത്ത ആർമിയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോണം. ഒരുമാതിരി സംശയരോഗി. അവനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാനും പാടില്ല. അവന് കിട്ടാത്തത് കൊണ്ട് അവളെ മാക്സിമം നെഗറ്റീവ് ആക്കണം. അത്രേ ഉള്ളൂ അവനിക്ക്. അല്ലാതെ അവളോടുള്ള സ്നേഹമൊന്നുമല്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ പോസ്റ്റ് ഇടില്ലായിരുന്നു. അങ്ങനെ ഒരാളെ ക്യാരക്ടറിന് അസാസിനേഷൻ നടത്തിയിട്ടല്ല സ്നേഹം കാണിക്കേണ്ടത്. അവന്റെ ഇമോഷൻസ് അങ്ങനെയല്ല കാണിക്കേണ്ടിയിരുന്നേച്ചു. അവനിപ്പോ കാണിക്കുന്ന മൊത്തം ഫേക്കാ. ശരിക്കും പറഞ്ഞാൽ നിഷ്കളങ്കരായ ജാസ്മിന്റെ പാരന്റ്സിനെ അവൻ മാനിപ്പുലേറ്റ് ചെയ്തു. അവൻ ജാസ്മിനോട് സ്നേഹമൊന്നുമില്ല. അവന് സ്നേഹം ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പം ജാസ്മിനോടും ഗബ്രിനോടൊക്കെ അവനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. അല്ല, ഗബ്രി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. അവൻ ഈ കാണിക്കുന്ന ഫേക്കാണ്. അവൻ എന്തോന്ന് കാണിച്ച് നീയൊക്കെ അവൻ്റെ എന്തെങ്കിലും കണ്ട? അവൻ വന്ന ഒരു വീഡിയോക്കകത്ത് വന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്താ? അവൻ വന്ന് മാനയായിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ട് അവൻ അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്ത്. ഇത്രയും വിവരക്കെട്ട ആൾക്കാരൊന്നും അല്ലെങ്കിൽ എന്നെപ്പറ്റിയും പറയുന്നുണ്ട്. ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനായിട്ട് വിവിയുടെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന എന്തായിരുന്നു അഫ്സലിൻ്റെയും പിന്നെ അവളുടെ അനിയൻ്റെയും കയ്യിലാണ് കൊടുത്തിരിക്കുന്നതൊക്കെ. എൻ്റെ കയ്യിലൊന്നും അവളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിലൊന്നും ഒരു തേങ്ങയും ഇല്ല. ഞാൻ അവളുടെ ഒരു സോഷ്യൽ മീഡിയ സാധനങ്ങൾ ഞാനല്ല നോക്കണതും എടുക്കുന്നതല്ല. അതെല്ലാം നോക്കിയിരുന്നത് അഫ്സലാണ്. അഫ്സൽ അതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോഗൗട്ട് അടിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ ആരാ നോക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അടുത്തൊരു കാര്യം, കണ്ടു കഴിഞ്ഞാൽ ആസിഡ് ഒഴിക്കും എടുക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ നീയൊക്കെ ആദ്യമേ ഒരാളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കരുത്. അവൻ എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അവൻ്റെ കേസിൻ്റെ വഴിക്ക് അവൻ പോകും. അവൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും ചെയ്യും. നിൻ്റെയൊക്കെ ഈ വൃത്തികെട്ട ആർമിക്കെതിരെ കൊണ്ടുവന്ന് അവനിങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും. അത് ശരിക്കും കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിൻ്റെയൊക്കെ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിക്കണം. നിന്നെയൊക്കെ നേരിട്ട് കിട്ടിയിട്ട് ഈ ഉള്ള ഡയലോഗ് കാണാം അവൻ്റെ മുഖത്തോക്ക് നീയൊക്കെ ചെന്നിരുന്ന് പറ. ആ നാണ്ടെണ്ണം വന്നിട്ട് ചെവുക്കുറ്റി അടിച്ച് അവൻ നിൻ്റെയൊക്കെ പൊട്ടിച്ചു തരും. ഒന്ന് ആലോചിച്ച് നോക്കുക. അവനെ ഒപ്പം ടോക്സിക് ആക്കി, അവൻ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തിയാക്കി. നിനക്കൊക്കെ എന്ത് വിവരമുണ്ട്? ഒരു ഗ്രൂപ്പ് അടിച്ചിട്ട് അതിനകത്ത് വന്നിരുന്നു തോന്നിവാസം അങ്ങ് പറയുക. നീയൊക്കെ എന്നെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, അവളെയും കണ്ടിട്ടില്ല, ഈ പറയുന്നത് ഗബ്രിയെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടുമില്ല. വായി തോന്നുന്ന അങ്ങ് വിളിച്ച് പറയുക. നിനക്കൊന്നും വേറെ ഒരു ചുരപ്പുമില്ലേ? നേരം വെളുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇട്ട് ഈ ഒരു ഗ്രൂപ്പും തുടങ്ങി. നിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്താണ് ഈ ഗ്രൂപ്പിനകത്ത് കയറി ഇരുന്നിട്ട്? നിൻ്റെയൊക്കെ വിചാരം? ഞാൻ പല കാര്യങ്ങളും വന്നിരുന്ന് ഞാൻ മിണ്ടായിരിക്കുന്നതാണ്. ആവശ്യമില്ലാതെ പിന്നെ നീ എൻ്റെയൊക്കെ പേര് കുറേ വട്ടം അതിനകത്ത് ഇരുന്ന ഗ്രൂപ്പിനകത്ത് പറഞ്ഞ് എനിക്ക് അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗോപ്രോ മച്ചാനെന്ന് പറയുന്ന ചാനൽ നോക്കിയാൽ മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വോയിസ് ക്ലിപ്പ് പുള്ളിക്കാരൻ്റെ അധികം കിടപ്പുണ്ട്. കാര്യം ഗോപ്രോ മച്ചാൻ്റെ വേറെ കുറേ നമ്പറിനകത്ത് അതിനകത്ത് കയറിയിട്ട് അവർ നൈസായിട്ട് പിടിച്ച് പുറത്താക്കിയിട്ടും ഉണ്ടായിരുന്നു. അവരെന്ത് തപ്പിയിട്ട്. പക്ഷേ പുള്ളിക്കാരൻ ഒരുപാട് വോയിസ് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ വീട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗോപ്രോ മച്ചാൻ്റെ ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവന്മാരാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അല്ലെങ്കിൽ പോട്ടെ ഒരു ഫാൻസിൻ്റേതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇവന്മാർക്കുണ്ടോ? അതിനകത്ത് തന്നെ നിങ്ങൾ ആലോചിക്കും. ഈ പെണ്ണുങ്ങളൊക്കെ എന്തോ വന്നിരുന്ന് സംസാരിക്കണത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ജാസ്മിൻ്റെ വാപ്പയും പിന്നെ മറ്റേ ദിയസനയും കൂടെ ആണ് ഈ പറയുന്ന ജാസ്മിൻ്റെ ആർമിയിലുള്ള ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന എടുക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. നിങ്ങളുടെയൊക്കെ ചെവികളിൽ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും റെസ്പോണ്ട് ചെയ്യാനില്ലേ? നിങ്ങൾക്ക് ഒന്നും മിണ്ടാനില്ലേ? അല്ലാത്തപ്പോൾ നിങ്ങളുടെയൊക്കെ ഭയങ്കരമാണല്ലോ. കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നല്ല ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ പേരിൽ. ഈ കാണിച്ചു കൂട്ടുന്നതും ഇവനെ പറ്റി പറയുന്നതിനകത്തൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലേ? ഇപ്പം പറയുമായിരിക്കും, അത് ജാസ്മിൻ ആർമിയിലുള്ള ആൾക്കാരല്ല, അത് വേറെ ആരും കണ്ടാന്നൊക്കെ പറയുമായിരിക്കും. ദൈവത്തെ ഓർത്ത് വന്ന് ഇങ്ങനൊന്നും ഒന്ന് സംസാരിക്കും. നമ്മളാരും പൊട്ടന്മാരൊന്നും അല്ല. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട ഈ ആർമിയും ക്രീമി അമ്മമാരെയൊക്കെ പിരിച്ചുവിടാൻ നോക്ക്. അടിയും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. അതമ്മമാർ ഒരു പണിയില്ല വന്നിരുന്ന ചുമ്മാ ഒരു കോപ്പിനെ പറ്റി അറിയത്തുമില്ല, വെറുതെ വന്നിരുന്ന് അങ്ങ് ഡയലോഗ് അടിക്കുക. അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ചിന്തിക്കാവുന്ന അവൻ ആസിഡ് ഒഴിക്കുന്ന വ്യക്തിയാണെന്ന്. അവളെ ചെവുകളടിച്ച് പൊട്ടിക്കണം അവളെ അങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ. ഉള്ള കാര്യം പറയാമല്ലോ. ഇവൾ ആരാണെന്ന് അവളുടെ വിചാരം? വന്നിരുന്ന ഒരാളെ പറ്റിയിട്ട് വന്നിരുന്ന തോന്നിയാസം ഓരോ ഗ്രൂപ്പിൽ വന്നിരുന്ന് പറയാനായിട്ട് ഇവർക്ക് ആര് പെർമിഷൻ കൊടുത്തവർക്കൊക്കെ? ഭയങ്കര തന്നെ. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണ്ടാന്നും പറഞ്ഞിട്ട് ഞാൻ പോയത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വേണം വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ എനിക്ക് എടുത്തിടാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ വന്നിരുന്ന് പറയത്തുള്ളൂ. എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള വിഷയത്തിൽ എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫുണ്ട്. എനിക്ക് വന്ന് പറയാനും പറ്റും, എനിക്കൊന്ന് തെളിയിക്കാനും പറ്റും. പക്ഷെ ഞാൻ വേണ്ടെന്നും പറഞ്ഞ ഒരു സൈഡിൽ കളഞ്ഞ് പോണ കാര്യമാണ്. വീണ്ടും ആവശ്യമില്ലാതൊക്കെ വന്നിരുന്ന ഓരോന്ന് വന്ന് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളായിട്ട് തന്നെ വന്നിരുന്ന ഓരോന്ന് പറയുന്നതാണ്. ഒന്നെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ ജാസ്മിൻ്റെ വാപ്പ അല്ലെങ്കിൽ ഇത് വേറെ കൺട്രോൾ ചെയ്യുന്ന വേറെ ആരെങ്കിലും ദിയ ചേച്ചി വല്ലതും ഉണ്ടെങ്കിൽ അവർ
ഈ പറയുന്ന വിവരം കെട്ടവന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത തോന്നിവാസങ്ങൾ ഇങ്ങനെ പറയാതിരിക്കുക. അങ്ങനെയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വായിരിക്കുന്ന കൂടെ കേൾക്കേണ്ട ഒരു അവസരത്തിൻ്റെയും കൂടെ. അവൻ പകുതി മിണ്ടാതിരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും അവൻ്റെ പേരും എടുത്ത് വലിച്ചിട്ട് വീണ്ടും എല്ലാം കൂടെ എടുത്ത് ചവിട്ടി തേക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ വാ തുറക്കാതെ മിണ്ടായിരിക്കും. അവൻ്റെ കാര്യം നോക്കി അവനെയും കൂടി ഇനി വന്ന് തുറപ്പിക്കും. അപ്പോഴത്തേക്ക് അഹങ്കാരം അവന് തീർന്നു കിട്ടും. എല്ലാം എന്ത് പറയാനാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഏതായാലും ഈ ആ ഒരു ഷോയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഒരു ഡിഗ്നിറ്റി പോകുന്ന ഒരു നിലയിലോട്ടാണ് ഇപ്പം നിലവിൽ ആ ഷോ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് കപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തികയും. എന്തായാലും ധൈര്യമായിട്ട് അങ്ങനെ ചെയ്യുക. ഈ കണ്ടസ്റ്റൻറ്റിനെ നിങ്ങളെല്ലാവരും കൂടെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഇതുപോലത്തുള്ള വിഡ്ഢികൾ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കതുകൊണ്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ മാക്സിമം ശ്രമിച്ചിട്ട് ജയിപ്പിക്കാൻ വേണ്ടി നോക്കുക. എന്തായാലും ഒരു വോയിസും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. സൈക്കോ ലവർ ഒന്നും അല്ല ഇത്. നമ്മൾ കണ്ടിട്ടില്ലേ മറ്റേ പാർവതിയും ആസിഫ് അലിയും കൂടെ ഒരു ഫിലിമിനകത്തില്ല, എന്നിട്ട് അവൻ ആസിഡ് ഒഴിക്കുന്ന മുഖത്ത് സെയിം അതാന്ന് എനിക്ക് തോന്നുന്നു ഈ അഫ്സലിന്റെ ഒരു ടൈപ്പ് രീതി കണ്ടിട്ട്. ഈ നാറികൾക്കുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും വൃത്തി. കാര്യം നമ്മൾ പറഞ്ഞ് എന്ത് പറയണ്ടേ. ഈ കമൻറ്റ് ബോക്സ് നമ്മുടെ കാണുമ്പോഴേ അറിയാം നിനക്ക് വേറെ കണ്ടന്റ് ഇല്ലേ, നിനക്ക് വേറെ പണിയില്ലേ, എനിക്ക് പിന്നെ നീയൊക്കെ ഒരു കാര്യം ചെയ്യണം, നീയൊക്കെ ഏഷ്യാനെറ്റിൻ്റെ അടുത്തും ഈ പറയുന്ന ബാക്കിയുള്ള എല്ലായിടത്തും പോയി റിക്വസ്റ്റ് ചെയ്യും. ഈ പറയുന്ന ആളുടെ കണ്ടന്റ് വെളിയിലോട്ട് വിടരുത്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട എന്നൊക്കെ ചെന്ന് പറ. എന്തെങ്കിലുമൊക്കെ മാറ്റിപ്പിടിച്ച് വെറൈറ്റി ആയിട്ട് നീയൊക്കെ കമൻറ്റ് ചെയ്യും. ഈ പറയുന്ന നിനക്ക് ജാസ്മിൻ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയില്ല, ആ രണ്ട് സാധനം മാറ്റിയിട്ട് ഇനി നീയൊക്കെ അങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ കമൻറ്റ് അവിടെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് നീയൊക്കെ അതുകൊണ്ട് ഇച്ചിരി മാറ്റി പിടിക്കുക, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ സംസാരിക്കുക. കാര്യം ജാസ്മിൻ്റെ ഫാൻസിന് സത്യം പറഞ്ഞാൽ ഭയങ്കര കുരു പൊട്ടിയിരിക്കുകയാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര സങ്കടത്തോടെ കിടന്ന് കരയുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പം എന്തായാലും മുല്ലപ്പൂ ഫാൻസൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.